അപ്പൊ ഫ്രണ്ട്സ്, ലാലേട്ടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെലുങ്ക് മൂവി ആയിരിക്കുന്ന വൃഷഭയുടെ ട്രെയിലർ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. വലിയൊരു ഫംഗ്ഷൻ ആയിട്ട് അത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷൻ നടത്തിയിരിക്കുന്നത് തോന്നുന്നു. അപ്പൊ നമുക്ക് ആ ട്രെയിലർ റിയാക്ഷനിലോട്ടേക്ക് കടക്കാം. ഈ ഒരു മാസം ലാലേട്ടൻ തന്നെ തൂക്കാനാണ് സാധ്യത. അതായത് ബബ്ബബ്ബയിലെ ഒരു ക്യാമിയോ റോള് വന്ന് എന്തായാലും പൊളിച്ചെടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഫുൾ ഓൺ ലീഡ് ചെയ്യുന്ന വൃഷഭ മൂവി. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ട്രെയിലർ. പെട്ടെന്ന് തന്നെ നമുക്ക് അതിലോട്ടേക്ക് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. തന്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വാട്ട് യു കാൺ ഡിഫൈൻ ദ ബ്രെയിൻ ഡിനൈസ്. Target is approaching. Alert. തെലുങ്ക് പടം നടക്കുന്നു. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടത്. ഇത് വൻ ഹിറ്റായിരിക്കും മക്കളെ. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. ഇറ്റ്സ് പ്യൂർലി റീഇൻകാർണേഷൻ. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. രാജ്യം, രക്തം, അസമാധാനത്തിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്നെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് നമ്മുടെ ആറാട്ട് സീന് പോലെ തോന്നിട്ടാ. ഇതും ആറാട്ട് സീനല്ല, പക്ക ആറാട്ട് സീൻ. അതേ വീട്ടിൽ നിന്ന് ചെയ്ത തോന്നുന്നു. കാണിക്കുന്ന മക്കളെ. പക്ഷെ നിന്റെ മോഹം വെറും അതിമോഹം മാത്രമാണ്. അതിമോഹമാണ് മോനെ, നമുക്ക് പോരാടാം. മോഹൻലാൽ അങ്ങനെ വൃഷഭ ട്രെയിലർ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലോ സിനിമകളുടെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് കമന്റ് ഔട്ട് ചെയ്യുക. എനിക്കതിൽ ആറാട്ട് തോന്നി, അതിൽ KGF സെക്ഷൻസ് തോന്നി, ഒരു ബ്രദർഹുഡ് കാണിക്കുന്ന ബിഗ് ബ്രദർ കൈൻഡ് ഓഫ് സിനാരിയോ തോന്നി, എലോൺ തോന്നി. അങ്ങനെ പല സിനിമകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ബ്രഹ്മാണ്ഡ പടമാണ്. ക്ലിക്കായി കഴിഞ്ഞാൽ ക്ലിക്കാവും. ഇത് സിനിമ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും സാധനങ്ങൾ. ട്രെയിലർ കട്ടെല്ലാം കാണുമ്പോൾ ഒരു മിസ്മാച്ച് പല സീൻസിന്റെയും കാര്യങ്ങളെയും ആയിട്ട് തോന്നുന്നുണ്ട്. സ്റ്റോറീസ് ഒന്നും ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നുന്നില്ല. പിന്നെ തെലുങ്ക് ഓഡിയൻസിന് എത്രത്തോളം ഇതെല്ലാം കണ്ടിട്ട് ഇംപ്രസ്ഡ് ആവും. ലാലേട്ടൻ മാത്രം ലീഡ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് നമുക്കറിയില്ല. ഇതിനു മുമ്പേ ഇപ്പം വന്നിരിക്കുന്ന ജനതാ ഗാരേജ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റാർ ആണ്. അതിൽ ജൂനിയർ NTR ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളൂ. പുള്ളി ഒറ്റയ്ക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതെന്തായിരിക്കും സംഭവം എന്ന് എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഐ എം നോട്ട് സോ ഇംപ്രസ്ഡ് ടു ബി ജെന്യുവൻലി സ്പീക്കിംഗ് അബൌട്ട് ദാറ്റ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എങ്ങനെയാണ് തെലുങ്ക് ഓഡിയൻസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഓഡിയൻസ് ഈ ഒരു സിനിമേനെ കൈ എന്താ പറയുക സ്വീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എന്തായാലും നോക്കിയിരുന്ന് കാണാം. സോ അണ്ടിൽ ദെൻ